ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഇന്ന് വരയ്ക്കുന്നത് ഒരു റെഫറൻസ് ഒന്നുമില്ലാതെ ഞാൻ തന്നെ വെറുതെ സ്കെച്ച് ചെയ്തിട്ട് അത് കളർ ചെയ്ത് നോക്കുകയാണ്. ഞാൻ ഇത്ര നാളായിട്ട് ഇങ്ങനെ റെഫറൻസ് നോക്കിയിട്ടാണ് പതുക്കെ സ്കെച്ചിങ് ചെയ്യുന്നത്. പക്ഷേ ഇതിപ്പോൾ വെറുതെ റഫായിട്ട് ഒരു ഒരു ലേഡിയുടെ ഒരു പടം വരച്ച് എന്നിട്ട് അതിൽ ചെറുതായിട്ട് കളറ് സ്കിൻ ടോണുകൾ കൊടുക്കണതാണ്. ഇത് പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വേർഡ് പ്രാക്ടീസ് എന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങുകയാണ്. നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റിൽ കൂടുതൽ എക്സ്പീരിയൻസ് നമ്മൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ ഡീപ്പിൽ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിന്ന് സംസാരിക്കാൻ എടുത്തൊരു വേർഡ് നോളജ് എന്നുള്ള ഒരു വേർഡാണ്. പണ്ടൊക്കെ നമ്മൾ അറിവില്ലായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എന്താ പറയുക, ഒരു ചെറിയൊരു കുറവ് പോലെയൊക്കെയാണ് ഫീൽ ചെയ്യുക. അല്ലെങ്കിൽ എന്താ പറയുക, ഒരു മണ്ടനാണെന്നുള്ള ഇതിലാണ് നമ്മളൊക്കെ പറയുക അല്ലേ. പക്ഷേ ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്ന ഈ ഒരു പ്രസൻറ്റ് റണ്ണിങ് സിറ്റുവേഷനിൽ എനിക്ക് തോന്നുന്നത് അറിവില്ലായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ക്രൈമിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഡ്രഗ്സ് സപ്ലൈ ചെയ്യുന്ന ഏജൻറ്റുമാരുടെ കാര്യം തന്നെ എടുക്കുക. അവർക്ക് കൺസ്യൂം ചെയ്യാൻ അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ഉള്ളത് കൊണ്ടാണ് അവരുടെ ആ ബിസിനസ് ഡെവലപ്പ് ചെയ്യണത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്, ഈ യഥാർത്ഥത്തിൽ ഈ കൺസ്യൂം ചെയ്യുന്ന ആൾക്കാർ അവർക്ക് ഇതിനെക്കുറിച്ച് പ്രോപ്പറായിട്ടുള്ള ഒരു നോളജ് ഉണ്ടെങ്കിൽ അവരൊരിക്കലും ഇത് പർച്ചേസ് ചെയ്യില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് അറിവില്ലായ്മ കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇതിലേക്കൊന്ന് പെട്ടുപോകണമെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു തമാശയ്ക്ക് കൂട്ടുകാരുടെ കൂടെ അങ്ങ് തുടങ്ങി പിന്നീട് അത് ഉരാൻ പറ്റാത്ത ഒരവസ്ഥയിൽ വന്ന് നിൽക്കേണ്ട ഒരു ഗതികേടാണ് എനിക്ക് തോന്നുന്നത്. ഈ കൺസ്യൂം ചെയ്യുന്ന ആൾക്കാർ അവരോട് തന്നെ ചെയ്യുന്ന ഒരു തരം ക്രൈമായിട്ടാണ് എനിക്ക് ഫസ്റ്റ് പറയാനുള്ളത്. അവർ ആദ്യം അവരുടെ ശരീരത്തോടാണ് അവർ ചെയ്യുന്നത് ക്രൈമായിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നീട് അവരായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന അവരുടെ വീട്ടുകാർ, ഇല്ലെങ്കിൽ അവരുടെ ജോലി, ഇല്ലെങ്കിൽ അവരുടെ എന്താ പറയുക ഡ്രീംസ്, ഗോൾസ്, അതെല്ലാം ഫെയ്ഡായി പോകും. ഇപ്പം ഇങ്ങനെയുള്ള ഡ്രഗ്സിൻ്റെ പുറകെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യം നമ്മുടെ ബോഡി കുറച്ചൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യും. കുറച്ച് നാളുകളോ അല്ലെങ്കിൽ കൊല്ലങ്ങളോ കഴിയുമ്പോഴത്തേക്കും അത് ബോഡി റിയാക്ട് ചെയ്യാൻ തുടങ്ങുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു 3 തരം ഇതായിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത്. ഒന്ന് ഒരു തമാശയ്ക്ക് തുടങ്ങുന്ന ഇത്. രണ്ടാമത്തത് എനിക്ക് തോന്നുന്നു ഭയങ്കര സ്ട്രെസ്സ് വരുമ്പോൾ അതിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങുന്നത്. മൂന്നാമത് എനിക്ക് തോന്നുന്നത് നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റായിട്ട് നമ്മൾ തുടങ്ങുന്ന ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ ഒരു ലാക്ക് ഓഫ് നോളജിൻ്റെ ഒരു കാരണം കൊണ്ട് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതൊരു ക്രൈമിലേക്ക് എത്തിക്കപ്പെട്ടിട്ടാണ് എനിക്ക് തോന്നുന്നത്. ജനറലായിട്ട് ഒരു നോളജ് നമ്മുടെ ഉള്ളിൽ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതേപോലത്തെ ഇതിലേക്കൊന്നും വന്ന് പെടാൻ ചാൻസസ് കുറവാണ്. പിന്നെ നോളജ് ഏറ്റവും കൂടുതൽ വേണ്ടത് എനിക്ക് തോന്നുന്നു നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ നോളജ്, അത് മസ്റ്റായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സ്ഥാപനം നടത്തുക, ഇല്ലെങ്കിൽ എന്താ പറയുക, ഒരു മാർക്കറ്റിങ്ങിനാണെങ്കിൽ പോലും നമ്മൾ ആ ഒരു പ്രൊഡക്റ്റോ സർവീസിനെ കുറിച്ചോ നമ്മൾ ഭയങ്കര ഒരു നോളജ് കീപ്പ് ചെയ്യണത് നമുക്ക് ഏത് ടൈമിലായാലും നമുക്ക് യൂസ്ഫുള്ളാണെന്നാണ് എനിക്ക് തോന്നിയേക്കുന്നത്. കാരണം മാൻ പവർ ഷോർട്ടേജ് വരാൻ എല്ലാ മേഖലകളിലും സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു വർക്കിനെ കുറിച്ച് ശരിക്കും ഫുള്ളായിട്ട് അവെയർ ആയിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ നടത്തുന്ന സ്ഥാപനത്തിനെ കുറിച്ചായാലും. പിന്നെ എനിക്ക് പറയാനുള്ള വെച്ചാൽ നോളജ് ഉണ്ടായതുകൊണ്ട് മാത്രം പോരാ. നമ്മൾ നോ പറയേണ്ടടുത്ത് നോ പറയാനും, അതേപോലെ യെസ് പറയേണ്ടടുത്ത് യെസ് പറയാനും നമ്മൾ അത് പഠിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനൊരു കറേജ് ഉണ്ടായിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഇഷ്ടപ്പെടുന്ന സബ്ജക്റ്റ് അത് ഏതായിക്കോട്ടെ, അത് പ്രാക്ടീസ് ചെയ്യണമെന്ന് കൂടെ തന്നെ അതിൻ്റെ ഒരു എന്താ പറയുക നോളജ്, അത് പുറത്തുനിന്ന് മാക്സിമം ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് വെക്കുന്നത് അത് നമുക്ക് കുറച്ചും കൂടി ഉപകാരമായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വ്യക്തിക്ക്
ഫുള്ളായിട്ട് ഒരു നോളജ് ഉണ്ട് ഒരു സംഭവത്തെക്കുറിച്ച്. അത് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം. ഒന്ന് നാട്ടുകാർക്കും വീട്ടുകാർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ, പിന്നെ ഒന്ന് നാട്ടുകാർക്കും വീട്ടുകാർക്കും ഉപദ്രവം എന്ന രീതിയിൽ. സോ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക, മറ്റുള്ളവർക്ക് സഹായം ആവുന്ന രീതിയിൽ പ്രവർത്തിക്കുക. പിന്നെ നമ്മുടെ ഡ്രോയിങ്ങിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ സെൽഫായിട്ട് വരച്ച് നമ്മൾ ഷെയ്ഡ് ചെയ്യണതാണ്. നമ്മൾ സെൽഫൊരു ഐഡിയയിലാണ് ഇത് ചെയ്യുന്നത്. നമ്മൾ ഏതൊരു കാര്യവും നമ്മൾ റെഫറൻസ് വെച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ സെൽഫായിട്ട് നമ്മുടേതായ ഒരു ഐഡിയയിൽ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത് ക്രിയേറ്റേഴ്സ് എന്നുള്ള വേർഡിൻ്റെ അടുത്തേക്ക് നമ്മൾ ചേർന്ന് നിൽക്കുന്നത് എനിക്ക് പറയാനുള്ളത്. എനിക്ക് തോന്നുന്നത് കോപ്പിറൈറ്റ് അല്ലെങ്കിൽ ക്രിയേഷൻസ് എന്നുള്ള വേർഡ് തമ്മിലുള്ള ഡിഫറൻസാണ് അവിടെ എടുത്ത് കാണിക്കണം. നമ്മൾ ചെയ്യുന്ന വർക്കുകളിൽ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ വരാം, അത് സ്വാഭാവികമാണ്. പക്ഷേ ഞാൻ പറയണത് വെച്ചാൽ അതൊക്കെ തിരുത്തി ആണ് നമ്മൾ അതൊരു പെർഫെക്റ്റ് ഒരു എന്താ പറയുക, ഒരു റിയൽ നമ്മുടെ ഒരു എഫേർട്ട് അവിടെ കാണിക്കാൻ പറ്റും. ലാസ്റ്റായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ നോളജും പ്രാക്ടീസും ഉള്ള ഒരു വിഷയം ഏതോ ആയിക്കോട്ടെ, അത് നമ്മളെപ്പോഴും ഹൈക്കിലേക്ക് കൊണ്ടുപോകുന്ന ഈ രണ്ട് വാക്കുകളും ഇൻബിൽഡാണ്. നമ്മൾ പ്രാക്ടീസ് മാത്രം ചെയ്തുകൊണ്ട് ഗുണമില്ല, പക്ഷേ അതിനെക്കുറിച്ചുള്ള അവെയർനെസ്സും അല്ലെങ്കിൽ നോളജ് ഉണ്ടായിരിക്കുന്നത്, പ്രോപ്പർ നോളജ് ഉണ്ടായിരിക്കുന്നത് നമുക്കെപ്പോഴും ഹെൽപ്ഫുള്ളായിരിക്കും. അതേപോലെ തന്നെ നോളജ് ഉണ്ടായതുകൊണ്ട് ഗുണമില്ല, നമുക്ക് പ്രാക്ടീസ് അതേപോലെ തന്നെ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, നമ്മുടെ പിക്ചർ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ. ബൈ.